ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യം കേരളത്തിന് നൽകിയ മഹാൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നീ മഹത് വചനങ്ങൾ കൊണ്ട് കേരളത്തിൽ മാറ്റങ്ങളുടെ വിപ്ലവം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പ്രാപ്പോയിൽ SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജയന്തി ആഘോഷവും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഇന്നലെ 10 മണിക്ക് പ്രാപ്പോയിൽ SNDP മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പ്രാപ്പോയിൽ വെസ്റ്റ്, ഈസ്റ്റ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് SNDP മന്ദിരത്തിൽ സമാപിച്ചു. ഘോഷയാത്രയ്ക്ക് പ്ലാക്കൂട്ടം സൂപ്പർ മാർക്കറ്റ് പ്രാപ്പോയിൽ ഈസ്റ്റിൽ വെച്ച് കുടിവെള്ളവും വിതരണം ചെയ്തു. തുടർന്ന് പ്രാപ്പോയിൽ SNDP മന്ദിരത്തിൽ വെച്ച് തൃപ്പുണ്ണിത്തറ ഗുരുകുലത്തിലെ രാജൻ സ്വാമിയുടെ ആത്മീയ പ്രഭാഷണവും SSLC +2 വിജയികളായ വിദ്യാർത്ഥികൾക്കും കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കും അനുമോദനവും നൽകി. ചടങ്ങിൽ പ്രാപ്പോയിൽ SNDP ശാഖാ സെക്രട്ടറി P രമണി, പ്രസിഡന്റ് EK രാജൻ, സജി പൊയിലത്ത്, MD ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജയന്തി സദ്യയും സംഘടിപ്പിച്ചു. നമ്മുടെ ശാഖയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ MD ശ്യാംകുമാർ അദ്ദേഹത്തെ യോഗത്തെ സ്വാഗതം ചെയ്യുന്നു. വനിതാ സംഘത്തിന്റെ സെക്രട്ടറി ദീപാ സന്തോഷിനെയും ഈ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശാഖ ഭാരവാഹികളെ, ശാഖ അംഗങ്ങളെ, മുഴുവൻ സഹോദരി സഹോദരന്മാരെ, അതേപോലെ തന്നെ ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു SSLC +2 കലാ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശാഖാ യോഗ പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും അതുപോലെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ യോഗഭക്തന്മാർക്കും എൻ്റെ ഉന്നതമായ നമസ്കാരം. അതുപോലെ ഇന്ന് ഇപ്പോഴത്തെ അനുഭവങ്ങൾ പൂർത്തിയാകുന്ന എല്ലാ കുട്ടികൾക്കും ഭാവിയിലും കൂടുതൽ നല്ല രീതിയിലൂടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാനും വളർത്തുന്നതിനും ഒരു അനുഗ്രഹം ഉണ്ടാകുന്നതിന് ആശംസിക്കുന്നു. ഞാൻ പറയുന്നത് നാരായണ ഗുരു എന്നൊരു പ്രസ്ഥാനം ഉണ്ട്. അത് എല്ലാവർക്കും അറിയാമോ എന്നതില്ല. നാരായണ ഗുരു സ്ഥാപിച്ചത് നാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന നടരാജ ഗുരു ആണ്. നടരാജ ഗുരു
ഡോക്ടർ പത്മിൻ്റെ മകനാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിദ്യാഭ്യാസം ലഭിച്ച ഒരാളായിരുന്നു നടരാജൻ. ആ നടരാജനെ തൻ്റെ ശിഷ്യനായി കിട്ടുവാൻ ശ്രീനാരായണ ഗുരു വളരെ ആഗ്രഹിച്ചിരുന്നു. അത് ഡോക്ടർ പത്മിനോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഡോക്ടറുടെ ഒരു മകനെ നമുക്ക് തരുമോ എന്നായിരുന്നു ഗുരു ഡോക്ടർ പത്മിനോട് ചോദിച്ചത്. അത് യാഥാർത്ഥ്യമായി തീരുകയും പഠനമെല്ലാം കഴിഞ്ഞ് നടരാജഗുരു ശ്രീനാരായണഗുരുവിൻ്റെ ശിഷ്യനായി തീരുകയും നാരായണ ഗുരുകുലം എന്നൊരു പ്രസ്ഥാനം ആരംഭിക്കുകയും പല വിദേശ നമ്മുടെ ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താമെന്ന് ഏറ്റ് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ഘോഷയാത്രകളടക്കം പങ്കെടുക്കുകയും ചെയ്ത ആദരണീയനായ ശ്രീനാരായണ ഗുരുകുലം തൃപ്പൂണിത്തറ ശ്രീനാരായണ ഗുരുകുലത്തിലെ ശ്രീ രാജൻ സ്വാമി, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീമതി രമണി, വൈസ് പ്രസിഡന്റ് ശ്രീ ശ്യാംകുമാർ, ലോക പോലീസ് ഫയർ ആൻഡ് ഗെയിംസ് മത്സരത്തിൽ പങ്കെടുത്ത് അഭിമാനകരമായ മെഡലുകൾ കരസ്ഥമാക്കിയ അർജുൻ, വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി ദീപ, മറ്റ് ബഹുമാന്യരായ നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.